ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ടർബോ ചായൻ്റെ ഇടിപ്പെരുന്നാൾ കാണാൻ കേരളം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കേരളം മാത്രമല്ല, ലോകമെമ്പാടും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാം. ഇങ്ങനെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഓരോ ജില്ലയിലും കിടമത്സരമാണ് ടർബോ ചായൻ്റെ ഇടി കാണാൻ വേണ്ടി. അങ്ങനെ കാലിക്കറ്റ് സിറ്റി കൊലത്തൂക്ക് തൂക്കിയിരിക്കുന്നു എന്ന് പറയാം. മൊത്തത്തിൽ ടർബോ ചായനെ ഏറ്റെടുത്തിരിക്കുന്നു. ജോസ ചായൻ്റെ ഇടി കാണാൻ വേണ്ടി അപ്സര, കൈരളി, ARC, പാലക്സി, ക്രൗൺ, റീഗൽ, ഇമാക്സ്, സിനിപോളിസ്, RP മാൾ, മിറാജ് സിനിമാസ് ഇതെല്ലാം തന്നെ റെഡി ആയിരിക്കുന്നു, സെറ്റായിരിക്കുന്നു. അതായത് കാലിക്കറ്റ് സിറ്റി തൂത്തുവാരിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഇനി ബിഗ് കപ്പാസിറ്റി സ്ക്രീനുകളിലേക്ക് കടന്നു ചെല്ലുകയാണെങ്കിൽ കാലിക്കറ്റ് അപ്സരയും തൃശ്ശൂർ രാഘവും കോട്ടയം അഭിലാഷുമൊക്കെ ഓൾറെഡി ബുക്ക്ഡ് ആയി കഴിഞ്ഞിരിക്കുന്നു. അതേപോലെ തന്നെ ട്രിവാൻഡ്രം ഏരീസ് പ്ലസ് സ്ക്രീൻ 1, പാരപ്പള്ളി രേവതി സ്ക്രീൻ 1 ഇതെല്ലാം തന്നെ ചാർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എറണാകുളം പത്മയാണ് എന്തായാലും കവിതയിലില്ല എന്നുള്ളൊരു കാര്യമാണ് ഇതുവരെ ലഭ്യമായിരിക്കുന്നത്. ഒരുപക്ഷെ കവിത അത് ഏറ്റെടുക്കും എന്ന് തോന്നുന്നു. ഇനിയും ടർബോ മഞ്ചേരിയിലേക്ക് ചാർട്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ കൈരളി ലെക്സസ്, കൈരളി എക്സ്ട്രീം, ശ്രീദേവി, ലാഡർ സിനിമാസ്, ലാഡറിൻ്റെ 3, 4, 5 സ്ക്രീനുകളെല്ലാം തന്നെ ഇത് കൊണ്ടുപോയിരിക്കുന്നു എന്ന് പറയും. 23-ാം തീയതി ഇറങ്ങുന്ന ഇടിപ്പെരുന്നാളിന് ഏകദേശം ഒരു മാസം മുമ്പ് തന്നെ ചാർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇനിയും ലോകമെമ്പാടും ഇതുവരെ 41ഓളം രാജ്യങ്ങളിലാണ് സിനിമ റിലീസ് കൺഫേം ആക്കിയിരിക്കുന്നത്. അവിടെയെല്ലാം കൊലക്കൊമ്പന്മാർ തന്നെയാണ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും എടുത്തിരിക്കുന്നത്. ഓസ്ട്രേലിയ, ന്യൂസിലാൻഡിൽ വണ്ടർലെസ് ഫിലിംസും, USA ഇന്ത്യ മൂവീസും, കാനഡയിൽ 2 കേരള എൻ്റർടൈൻമെൻറ്റ്സും, UK യൂറോപ്പിൽ 4 സീസൺ ക്രിയേഷൻസുമാണ്. ഇനി പോളണ്ടിലേക്ക് ചെല്ലുകയാണെങ്കിൽ അവിടെ പോളണ്ടിനെ കുറിച്ച് നല്ലപോലെ അക്ഷരങ്ങൾ മിണ്ടണം. വേറെ ഒന്നുമല്ല, യുണൈറ്റഡ് ഫിലിംസ് യൂറോയാണ് അവിടെ ചെയ്യുന്നത്. മേക്കേഴ്സ് എയിമിംഗ് ഫോർ 450+ സ്ക്രീനാണ് കേരളത്തിൽ പറയുന്നത്. ഇനിയും ടർബോ മലേഷ്യയിലേക്ക് ചെല്ലുകയാണെങ്കിൽ അവിടെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരുന്നത് യുണൈറ്റഡ് ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സ് ആണ്. അതേപോലെ തന്നെ അയർലാൻഡിൽ AKS എൻ്റർടൈൻമെൻറ്റ്സ് ആണ്. ഫ്രാൻസിൽ ഇടിപ്പെരുന്നാൾ കൂടാൻ നമുക്ക് ഫിലിമി ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതാണ് കാണുന്നത്. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും കൊലത്തൂക്ക് തൂക്കാൻ ഘടകടിയന്മാരെ തന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് മമ്മൂട്ടി കമ്പനി എന്ന് തന്നെ പറയാം. ഫാൻ ഷോസ് ഇതുവരെ അറിഞ്ഞിരിക്കുന്നത് 40-നടുത്തുള്ള ഫാൻ ഷോസ് ഇതുവരെ എത്തിയിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. ഇനിയും സ്വിറ്റ്സർലാൻഡിലും ഈ സിനിമ റിലീസ് ചെയ്യുന്നു. അത് ഇന്ന് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ്. സ്വിറ്റ്സർലാൻഡിൽ അതിഗംഭീരമായിട്ടുള്ള റിലീസ് തന്നെയാണ് ഒരുങ്ങുന്നത്. നല്ല സ്വിസ് മെയ്ഡ് അടി കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ അടിക്ക് വേണ്ടി N&N ക്രിയേഷൻസ് ആണ് അവിടെ അത് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയാം. അങ്ങനെ മെഗാ ഫാൻ ഷോയും അങ്ങനെ അരങ്ങേറ്റം കൊഴുപ്പിക്കാൻ ഗംഭീരമാക്കി തന്നെയാണ് മമ്മൂട്ടിയുടെ ടർബോ നിൽക്കുന്നത്. ഇന്നലെ ഒരു പോസ്റ്റർ വരികയുണ്ടായി. ആ പോസ്റ്റർ കാണുമ്പോൾ അങ്ങനെ ഒരു സീൻ സിനിമയിലുണ്ടെങ്കിൽ അത് തിയേറ്റർ ഇളക്കി മറിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ലാത്ത ഒരു പോസ്റ്റർ തന്നെയാണ്. നമ്മൾ പലരും ഇതിനോടകം തന്നെ ട്രെൻഡിങ്ങിൽ കണ്ടിരിക്കുന്നു. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് മമ്മൂട്ടി ആണ് മെയിനായിട്ട് നിൽക്കുന്നത്. വേറെ ഒന്നുമല്ല, ടർബോയിലൂടെ തന്നെ എന്ന് പറയാം. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ടർബോയുടെ ഓരോ അപ്ഡേറ്റ്സും ഇനിയും വൈകുന്നേരം 7 മണിക്കൊരു അപ്ഡേറ്റ് ഉണ്ടെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. അത് ഈ ഒരു സിനിമ ആയതുകൊണ്ട് പല ദിവസങ്ങളിലായി ഓരോരുത്തരും കാത്തിരിക്കുന്നു, അപ്ഡേറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. അതുകൊണ്ട് ഉറപ്പില്ല. എന്തായാലും ട്രെയിലർ റെഡി ആയിട്ടുണ്ട്. എന്നാണ് റിലീസ് എന്നുള്ളതാണ് ഇനിയും വരാനുള്ള അനൗൺസ്മെൻറ്റ്. അത് ഇന്നുണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാത്തിരിക്കാം. എന്തായാലും അനൗൺസ്മെൻറ്റും കാര്യങ്ങളും ഒന്നുമില്ലെങ്കിലും കാര്യങ്ങളെല്ലാം ഫുൾ സിംഗിലാണ്. ടീം അമ്മാതിരി കോൺഫിഡൻസിലുമാണ് എന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ചങ്കുറപ്പോടു കൂടി തന്നെയാണ് ടർബോ ചായൻ എത്തുന്നത്. നമുക്ക് കാത്തിരിക്കാം. മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ മുടിചൂടാൻ മന്നൻ മമ്മൂട്ടിക്ക് ഏറ്റവും ഉയർന്ന സ്കോർ കിട്ടുന്ന സിനിമയാകട്ടെ. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സെറ്റപ്പ് ആക്കുക. ഗ്രേറ്റ് മീഡിയാസ്.